ട്രൂ മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിലാണ്. ഇന്ന് മൂന്നാം ദിവസം എല്ലാ വേദികളിലും മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് ദിവസമായി മൂന്നാം ദിവസവും ഞാനൊരു കലാകാരനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പടിയൂരിൻ്റെ കലാകാരൻ, സിനിമ സംവിധായകൻ, അതോടൊപ്പം തന്നെ തിരക്കഥാകൃത്ത്, നടൻ, സ്റ്റണ്ട് മാസ്റ്റർ, അങ്ങനെ സിനിമയുടെ എല്ലാ മേഖലയിലും കയ്യൊപ്പ് ചാലിച്ച ഒരു പടിയൂരുകാരനുണ്ട്. അദ്ദേഹം ഇവിടെ ട്രാഫിക് നിയന്ത്രണമാണ്, ഈ കലോത്സവ നഗരിയിലെ ട്രാഫിക് നിയന്ത്രണമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് പരിചയപ്പെടാം ട്രൂ മീഡിയ കേരളയിലൂടെ. സാർ നമസ്കാരം. സാറിന്റെ പേര്? എൻ്റെ പേര് ജോഷി വള്ളിത്തല എന്ന് പറയും. ജോഷി വള്ളിത്തല. അപ്പോൾ സംവിധായകനാണ്, നടനാണ്, തിരക്കഥാകൃത്താണ്, സ്റ്റണ്ട് മാസ്റ്ററാണ്. അപ്പോൾ 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു സാർ ഇവിടെ ട്രാഫിക് നിയന്ത്രണത്തിലാണ് കലോത്സവ നഗരിയിൽ. അതെ, അതിപ്പം നമ്മുടെ നാട്ടിലെ വന്ന ഒരു ഉത്സവമാണല്ലോ. അപ്പോൾ അതിന് നമ്മളാൽ പറ്റാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുക എന്നുള്ളതാണല്ലോ. അതിലേറ്റവും വിഷമകരമായൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് പുറത്ത് കാവൽ നിൽക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് അല്ലേ? പരിപാടി കാണാൻ പറ്റുന്നില്ല. ട്രാഫിക്കിൽ മെയിൻ ഗേറ്റിലായതുകൊണ്ട് പരിപാടി കാണാൻ പറ്റുന്നില്ല എന്നൊരു വിഷമമുണ്ട്. എങ്കിലും നമ്മുടെ ഇവിടെ വരുന്ന മത്സരാർത്ഥികളൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? കലോത്സവ വേദികളാണല്ലോ സാറും വളർന്നു വന്നത്. അപ്പോൾ മത്സരാർത്ഥികളൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? സത്യം പറഞ്ഞാൽ ഈ കലോത്സവ വേദിയിലല്ല വളർന്നത്. ഇതുവരെ സ്കൂൾ, കോളേജ് യാതൊരുവിധ കലോത്സവ വേദിയിലും എടുത്തിട്ടില്ല. അതിനുള്ള ഭാഗ്യം കിട്ടില്ല. പിന്നെ ആകെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇടവകയിൽ പള്ളികളിൽ നടക്കുന്ന പരിപാടികൾ. അപ്പോൾ അത് ഞാനൊരു 3 വർഷത്തോളം 8, 9, 10 ഹൈസ്കൂൾ സമയത്ത് പിന്നെ നമ്മുടെ ഇടവക തേർമല ഇടവകയിലെ സ്കൂൾ ലീഡറായിരുന്നു. ആ സമയത്തുള്ള എല്ലാ പരിപാടികളും പങ്കെടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കലാപരമായിട്ടുള്ളൊരു പിന്നെ കായികപരമായ മേഖലയിലാണ് കൂടുതലുണ്ടായിരുന്നത്. വോളിബോൾ, കരാട്ടെ, ആ ഫീൽഡിലൊക്കെ ആയിരുന്നു. പിന്നീട് നമ്മളൊരു പ്രായമുണ്ടല്ലോ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ കലാമേഖലയിലേക്ക് എത്തിപ്പെട്ടതാണ്, ഒരു നിമിത്തം പോലെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കലോത്സവം, സബ് ജില്ലാ സ്കൂൾ കലോത്സവം വന്നെത്തിയിരിക്കുകയാണ്. 4 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മഹാ ഉത്സവം തന്നെയാണ്, കലയുടെ ഉത്സവം. അപ്പോൾ ഈ ഒരു ഉത്സവത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് സാർ? അത് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം കൗമാരപ്പിള്ളേർ ഇവരാണല്ലോ ഇനി ഭാവിയുടെ താരങ്ങൾ. അപ്പോൾ അവർ നമ്മുടെ നാട്ടിൽ പല സ്കൂളുകളിലെ ആൾക്കാർ വന്ന് നമ്മുടെ നാട്ടിൽ അതോ എന്ത് മനോഹരമായ പരിപാടികൾ, ചെറിയ LP സ്കൂൾ കുട്ടികളുടെ നാടകം നൃത്തം ഞാൻ വൈകിട്ടൊന്ന് പോയി കണ്ടു. അതിശയിപ്പിക്കുന്നു. നമ്മൾ പണ്ടത്തെ കാലാവസ്ഥയിൽ വെച്ചിട്ട് ഇന്നത്തെ സാഹചര്യം മാറിയോണ്ടായിരിക്കാം യൂട്യൂബുകളുണ്ടാവും. പിന്നെ അതിൽ അധ്യാപകരല്ലാതെ യൂട്യൂബുകളിലൂടെ അല്ലാതെ പഠിച്ച കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് കുട്ടികൾ കാഴ്ചത്. വളരെ സന്തോഷം തോന്നും. സന്തോഷമല്ല, ഇപ്പോഴത്തെ പുതിയ തലമുറയെ നമുക്ക് അഭിമാനം തോന്നും. ഇത്ര അവർ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് അഭിമാനം തോന്നും. ഇവിടെ വരുന്ന മത്സരാർത്ഥികളോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഇതാണ് അവരുടെ വേദി. ഇപ്പോഴല്ല അതിൻ്റെ റിസൾട്ട് അവർക്കറിയാം. അവരൊരു 10-15 വർഷങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും അവരുടെ ഏറ്റവും നല്ല രീതിയിൽ അവരെത്തും. ആ മേഖലയിൽ അവർ ആ മേഖലയിൽ തന്നെ പ്രവർത്തിക്കണം. എന്താണോ നമ്മുടെ കഴിവ് അതിനെ നമ്മൾ ഒരു സൈഡിലായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പോകണം. കാരണം പല കുട്ടികളുടെയും പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ കലോത്സവ വേദികളിലൊക്കെ വരും, നല്ലോണം പങ്കെടുക്കും, ചിലപ്പോൾ സമ്മാനം കിട്ടിയിട്ടില്ല എന്ന് വരും. പക്ഷെ അവരവിടെ ചിലപ്പോൾ നിർത്തിക്കളയാറുണ്ട്. അതാണ് ഏറ്റവും സങ്കടകരമായ. കാരണം ചിലപ്പം ഏറ്റവും നല്ല പ്രതിഭയായിരിക്കും. നമുക്ക് ഒരു പ്രാവശ്യം സമ്മാനം ഞാൻ പറഞ്ഞില്ല, കലോത്സവ വേദി വരാത്ത ഞാനൊരു സിനിമ സംവിധാനം ചെയ്തു. അപ്പോൾ അതുപോലെ അവരുടെ ഉള്ളിൽ കഴിവുകളുണ്ട്. അത് വളർത്തി എന്താണോ അതിനെ നമ്മളിങ്ങനെ ഇടയ്ക്ക് പൊടി തട്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അത് നമ്മൾ സമൂഹം അവരോട് ചെയ്യണം. കുട്ടികളും അത് എനിക്കിങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി അവരെന്തായാലും നിർബന്ധമായിട്ടും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ സാറ് സിനിമയുടെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുള്ളൂ, സിനിമയിലെ ഏതൊക്കെ മേഖലകളിലാണ് സാറ് സാന്നിധ്യം അറിയിച്ചിട്ടുള്ളത്? ഞാനൊരു സിനിമയെ ചെയ്തിട്ടുള്ളൂ, തിരുത്ത് എന്ന് പറഞ്ഞൊരു സിനിമ. അത് ഡയറക്ഷൻ ചെയ്തു. അതിൻ്റെ കഥയും തിരക്കഥയൊക്കെ ഞാൻ തന്നെ എഴുതിയത്. പിന്നെ അത് നമ്മുടെ നാട്ടുകാർ, പടിയൂരുകാരാണ് കൂടുതൽ അതിനകത്ത്. MP സന്തോഷ് കുമാർ അടക്കം പടിയൂർ മേഖലകളിലാണ് കൂടുതലായിട്ട് അതിനകത്ത് പ്രവർത്തിച്ചത്. പിന്നെ അതിനകത്ത് ഒരു സ്റ്റണ്ട് ഡയറക്ഷൻ ചെയ്തു. അതിൻ്റേതായ ഫസ്റ്റ് ചെയ്തതിൻ്റെതായ കുറേ ന്യൂനതകളൊക്കെ ഉണ്ട്. എങ്കിലും ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ ഈ മേഖലയിലൊക്കെ ഒരു നന്നായിട്ട് ഓടിയത്. പുതിയ ഒരു പ്രൊജക്റ്റിൻ്റെ തിരക്കഥ പൂർത്തിയായി. അതിൻ്റെ പിന്നെ മറ്റ് കാസ്റ്റിങ് കുറച്ചിപ്പം 1-2 പേരോട് ഞാൻ നല്ല ആർട്ടിസ്റ്റുകളോട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഡേറ്റ് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലിയ ആർട്ടിസ്റ്റുകളല്ല, പിന്നെ പ്രാദേശികമായ നാട്ടിൽ അതിൻ്റെ 2 പാട്ടുകളുണ്ട്. ഒന്ന് നമ്മുടെ പരിക്കത്തുള്ള അനൂപും, ഒന്ന് ഷിബു, വയനാടുള്ള ഷിബുവും പാട്ടുകൾ എഴുതി തന്നിട്ടുണ്ട്. ബാക്കി പ്രവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മിക്കവാറും മാർച്ചോടുകൂടി ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ട്രാഫിക് നിയന്ത്രണം വീണ്ടും തുടരുകയാണ്. നാളെ വൈകുന്നേരം വരെയുണ്ട്, 8-ാം തീയതി വൈകുന്നേരം വരെയുണ്ട്.
അപ്പോൾ എല്ലാവിധ ആശംസകളും സാറിന് നേരുകയാണ്. നമ്മുടെ ഈ മത്സരാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ ഒരു സംവിധായകനാണ്, നാടിൻ്റെ ഏറ്റവും വലിയ കലാകാരനാണ് ഇവിടെ ട്രാഫിക് നിയന്ത്രണം ഈ കലോത്സവ നഗരിയിൽ ഏറ്റെടുത്ത് കഴിഞ്ഞ 2 ദിവസമായി ഇപ്പം 3-ാം ദിവസം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 4-ാം ദിവസം നാളെ ഉണ്ടാവും സാറ്. അപ്പോൾ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഏറ്റവും ബഹുമാനം അർഹിക്കുന്ന ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ സാറ് നിൽക്കുന്നത്. ട്രൂ മീഡിയ കേരളയുടെ ഒരു ബിഗ് സല്യൂട്ട് സാറിന്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, വെൽക്കം.